ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി നോക്കാൻ പോകുന്ന അടുത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്, രണ്ടാമത്തെ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ ആണ് അസേർഷൻ ആൻഡ് റീസൺ. നമസ്കാരം, എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എൻട്രി ടീച്ചിങ് യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് PSCയുടെ പുതിയ ക്വസ്റ്റ്യൻ പാറ്റേണുകളെ കുറിച്ചാണ്. മുന്നേ HST ബോട്ടണി എക്സാം നടന്നത് 2022 അപ്പോൾ അതിനുശേഷം 2026 ഈ വർഷമാണ് നമ്മൾ HST ബോട്ടണി എക്സാം എഴുതാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിലുണ്ടായിരുന്ന ഇത്രയും കാലം കൊണ്ട് PSCയുടെ ക്വസ്റ്റ്യൻ പാറ്റേണിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ ഡോക്ടർ അശ്വതി. നോക്കാം, ഇപ്പോൾ നമ്മൾ PSCയിൽ സാധാരണയായിട്ട് കാണുന്നത് ഇത്തരത്തിലുള്ള 6 തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഏതൊക്കെയാണെന്ന് ഞാൻ ആദ്യം ഒന്ന് പറയാം. മൾട്ടി സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ്, അസേർഷൻ ആൻഡ് റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻസ്, അതുപോലെ റീ അറേഞ്ച്മെൻറ്റ് ക്വസ്റ്റ്യൻസ്. അത് അറേഞ്ച്മെൻറ്റ് ക്വസ്റ്റ്യൻസ് പറഞ്ഞാലും അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ വിശദമാക്കി തരാം. ഏറ്റവും അവസാനത്തത് സ്റ്റാൻഡേർഡ് MCQs. അപ്പോൾ ഒരു 100 ചോദ്യത്തിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അതിലൊരു 40-50% അല്ലെങ്കിൽ അതിലും കുറച്ചും കൂടി കൂടുതൽ സ്റ്റാൻഡേർഡ് MCQs തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുക. എന്നാലും ഇത്തരത്തിലുള്ള മൾട്ടി സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരുപാട് കൂടുതലായിട്ട് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് എക്സാംസിൽ കാണുന്നുണ്ട്. നമുക്ക് ഓരോരോ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻസും ഓരോ സിംഗിൾ ക്വസ്റ്റ്യൻസ് വെച്ച് ഒന്ന് ജസ്റ്റ് പരിചയപ്പെടാം. ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് മൾട്ടി സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ആ മോഡലുള്ള ഒരു ചോദ്യം നോക്കാം. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിഗാർഡിംഗ് ഫ്ലവേഴ്സ് ഇൻ ആൻജിയോസ്പേംസ്. അപ്പോൾ ഇതിൽ 4 സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ടാവും. ഓരോന്നും വായിച്ച് നോക്കിയിട്ട് ഇനി ഈ സ്റ്റേറ്റ്മെൻറ്റ്സിനെ കുറിച്ച് എന്താണ് നമുക്ക് കമാൻഡ് തന്നിരിക്കുന്നത് നോക്കിയിട്ട് വേണം ആൻസറിലേക്ക് പോകാൻ. അപ്പോൾ ഈ കമാൻഡ് എന്താണെന്ന് ആദ്യം തന്നെ വായിച്ച് വെക്കുന്നത് ശരിക്കും കുറച്ച് സമയം നമുക്ക് ലാഭിക്കാനും പിന്നെ എന്താണ് ഈ സ്റ്റേറ്റ്മെൻറ്റുകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നൊന്ന് മനസ്സിലാക്കാനും നമ്മളെ സഹായിക്കും. അപ്പോൾ ആദ്യം തന്നെ ഇതിൽ നിന്ന് എന്താണ് നമ്മൾ കണ്ടെത്തേണ്ടതെന്നുള്ള കാര്യം ഒന്ന് നോക്കി വെക്കാം. വിച്ച് ഓഫ് ദ എബവ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ്. അപ്പോൾ ഇതിൽ ഈ 4 സ്റ്റേറ്റ്മെൻറ്റിൽ ഏതാണ് കറക്റ്റ് എന്നാണ് നമ്മളോട് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഈ കമാൻഡ് വായിക്കുന്നതിൻ്റെ പ്രസക്തി എന്താണെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് ശരിയായതാണോ കണ്ടെത്താൻ പറഞ്ഞത്, തെറ്റായതാണോ കണ്ടെത്താൻ പറഞ്ഞത്, അല്ലെങ്കിൽ അങ്ങനെ എന്താണ് ഈ കമാൻഡുകളിൽ നിന്ന് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് ഈ ഒരു സെൻറ്റൻസ് വായിച്ച് നോക്കിയാലാണ് മനസ്സിലാവുക. അപ്പോൾ അതിനുശേഷം നമ്മൾ ഓരോരോ സെൻറ്റൻസുകളായിട്ട് നോക്കാം, സ്റ്റേറ്റ്മെൻറ്റുകളായിട്ട് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? എ ഫ്ലവർ വിത്ത് ബോത്ത് ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ബൈസെക്ഷുവൽ. അതായത് ഗൈനീഷ്യവും ആൻഡ്രീഷ്യവും 2 സെക്സ് ഓർഗൻസും പ്രസൻ്റ് ആയിട്ടുള്ള ഒരു ഫ്ലവറിനെയാണ് ബൈസെക്ഷുവൽ ഫ്ലവർ എന്ന് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളോട് എന്ത് കമാൻഡ് ആയിരുന്നു പറഞ്ഞത്? ഈ 4 സെൻറ്റൻസുകളും വായിച്ച് നോക്കിയിട്ട് ഇത് ശരിയായതിനെ പിക്ക് ഔട്ട് ചെയ്യുക, അല്ലേ? അതാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യത്തെ സെൻറ്റൻസ് ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യണം. അതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ഉദ്ദേശം. അപ്പോൾ നമ്മൾ ചിന്തിച്ച് നോക്കുക, ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ? ശരിയാണ്. അപ്പോൾ തന്നെ നമ്മൾ മനസ്സിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെറുതായിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. ശരിയോ തെറ്റോ എന്നുള്ളത് വളരെ ചെറിയൊരു മാർക്കിംഗ് മാത്രം ചെയ്യുക. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. എപ്പിഗൈനസ് ഫ്ലവേഴ്സ് ഹാവ് ദ ഓവറി സുപ്പീരിയർ ആൻഡ് അതർ ഫ്ലോറൽ പാർട്സ് അറ്റാച്ച്ഡ് ബിലോ ഇറ്റ്. അപ്പോൾ ഇതിൽ പറയുന്നത് എപ്പിഗൈനസ് ഫ്ലവേഴ്സിൽ ഫ്ലോറൽ ഓർഗൻസിൻ്റെ ഓർഡർ നോക്കുമ്പോൾ ഓവറിയാണ് ഏറ്റവും സുപ്പീരിയർ ആയിട്ടിരിക്കുന്നത്. ബാക്കി 3 ഫ്ലോറൽ വേൾഡ്സും ഓവറിയുടെ താഴെ നിന്ന് എമേർജ് ചെയ്യുന്ന രീതിയിൽ കാണുന്നു എന്നാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്. അത് ശരിയാണോ? അത് തെറ്റാണ്. ഓവറിയുടെ താഴെ നിന്ന് മറ്റ് ഫ്ലോറൽ വേൾഡ്സ്, ഓവറിയുടെ താഴെയുള്ള തലാമസ് എന്നുള്ള പോർഷനിൽ നിന്ന് മറ്റ് ഫ്ലോറൽ വേൾഡ്സ് എമേർജ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സിന് ഹൈപ്പോഗൈനസ് ഫ്ലവർ എന്നാണ് പറയുക. അപ്പോൾ അതിലെ ഓവറിയാണ് സുപ്പീരിയർ ആയിട്ട് കാണുന്നത്. ഓക്കെ, അപ്പോൾ എപ്പിഗൈനസ് ഫ്ലവറിലെ ഓവറി എന്ന് പറയുമ്പോൾ ലോവർ മോസ്റ്റ് പൊസിഷനാണ് കാണിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണെന്ന് മനസ്സിലായി. ഇനി മൂന്നാമത്തെ നോക്കാം. ആക്ടിനോമോർഫിക് ഫ്ലവേഴ്സ് ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 2 ഈക്വൽ ഹാഫ്സ് ഓൺലി ഇൻ 1 വെർട്ടിക്കൽ പ്ലെയിൻ. അതായത് ആക്ടിനോമോർഫിക് ഫ്ലവേഴ്സിനെ നമുക്ക് ഈക്വൽ ഹാഫ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ഒരു സിംഗിൾ പ്ലെയിനിലൂടെ മാത്രം കട്ട് ചെയ്താലേ സാധിക്കൂ എന്നാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്. ആക്ച്വലി ആക്ടിനോമോർഫിക് ഫ്ലവേഴ്സിനെ നമുക്ക് ഈക്വൽ ഹാഫ്സ് ആക്കി മാറ്റാൻ വേണ്ടി ധാരാളം പ്ലെയിൻസിലൂടെ കട്ട് ചെയ്യാൻ പറ്റും. സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്ന ധാരാളം പ്ലെയിൻസിലൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ ഈക്വൽ ഹാഫ്സ് ആക്കി മാറ്റാൻ സാധിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു സെൻറ്റൻസ് തെറ്റാണെന്ന് മനസ്സിലായി. ഇനി നാലാമത്തെ സെൻറ്റൻസ് നോക്കാം. ഡൈഡൈനാമസ് കണ്ടീഷൻ റെഫേഴ്സ് ടു ദ പ്രസൻസ് ഓഫ് 4 stamens arranged in 2 equal pairs.
ടു ലോങ് ആൻഡ് ടു ഷോർട്ട്. അപ്പോൾ ഡൈഡൈനാമസ് കണ്ടീഷനിലുള്ള ഫ്ലവേഴ്സിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 4 സ്റ്റേമെൻറ്റ്സ് കാണാം. ഇത് 2 സെറ്റായിട്ടാണുള്ളത്. 2 കുറച്ച് ലെങ്ത് കൂടുതലും 2 കുറച്ച് ലെങ്ത് കുറവുള്ള രീതിയിൽ 4 സ്റ്റേമെൻറ്റ്സ് കാണുന്ന കണ്ടീഷനെ നമ്മൾ എന്താ പറയുക? ഡൈഡൈനാമസ് കണ്ടീഷൻ എന്ന് പറയുന്നു. അപ്പോൾ ഈ സെൻറ്റൻസ് ശരിയാണ്. അപ്പോൾ നമുക്കിതിൽ നിന്ന് എന്താ മനസ്സിലായത്? 1ാമത്തെ സെൻറ്റൻസും 4ാമത്തെ സെൻറ്റൻസും ശരിയാണെന്ന് മനസ്സിലായി. അപ്പോൾ ഇനി ഇതിനനുസരിച്ചുള്ള ഓപ്ഷൻ നമ്മൾ ആൻസർ പ്രൊവൈഡ് ചെയ്തതിൽ നിന്ന് കണ്ടെത്തണം. നോക്കാം. വിച്ച് ഓഫ് ദ എബോവ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഓപ്ഷൻ എയിൽ 1 and 2 ഓൺലി എന്ന് കൊടുത്തിട്ടുണ്ട്. 1 and 4 ഓൺലി ആണ് ബി ഓപ്ഷൻ. ഓപ്ഷൻ സി 2 and 3 ഓൺലി. ഓപ്ഷൻ ഡി 1, 3 and 4 ഓൺലി എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെ ആൻസർ ഏതാണ് വരുന്നത്? 1 and 4 ഓൺലി. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണെന്ന് മനസ്സിലായി. കറക്റ്റ് ആണല്ലോ. ഓപ്ഷൻ ബി ആണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക. 2ാമത്തെ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ ആണ് അസേർഷൻ ആൻഡ് റീസൺ. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു അസേർഷൻ തന്നിട്ടുണ്ടാവും. ഈ അസേർഷൻ്റെ കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ ആയിരിക്കണം ഈ റീസണിൽ തന്നിട്ടുള്ളത്. ഓക്കെ, അതാണ് നമ്മൾ എക്സാമിൻ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം അസേർഷൻ വായിച്ച് നോക്കാം. റെസിമോസ് ഇൻഫ്ലോറസൻസ് are a type of indeterminate inflorescence in which the main axis continues to grow indefinitely and the flowers are arranged in acropetal succession. ഇപ്പോൾ റെസിമോസ് ഇൻഫ്ലോറസൻസിൽ ഇൻഡെഫിനിറ്റ് ആയിട്ട് ഗ്രോത്ത് ഉള്ള ഒരു സെൻട്രൽ ആക്സിസും അക്രോപെറ്റലായിട്ട് ഏറ്റവും ഓൾഡർ ഫ്ലവേഴ്സ് താഴെയും യങ്ങർ ഫ്ലവേഴ്സ് ടിപ്പിലേക്കും വരുന്ന രീതിയിലുള്ള അറേഞ്ച്മെൻ്റ് ഉള്ള ഇൻഫ്ലോറസൻസ് ആണ് റെസിമോസ് ഇൻഫ്ലോറസൻസ് എന്ന് പറയുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അപ്പോൾ അസേർഷൻ തന്നിരിക്കുന്നത് കറക്റ്റ് ആണെന്ന് മനസ്സിലായി. ഓക്കെ, ഇനി റീസൺ എന്താ തന്നിരിക്കുന്നത് നോക്കാം. ഇൻ സൈമോസ് ഇൻഫ്ലോറസൻസ് ദ ടെർമിനൽ ഫ്ലവർ ഡെവലപ്സ് ഫസ്റ്റ് റിസൾട്ടിംഗ് ഇൻ ദ ടെർമിനേഷൻ ഓഫ് ഫർദർ ഇലോങ്ങേഷൻ ഓഫ് ദ മെയിൻ ആക്സിസ് and the subsequent flowers are produced in basipetal or centrifugal order. അപ്പോൾ ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് വൈസ് അത് കറക്റ്റ് ആണ്. പക്ഷേ ആദ്യം തന്ന അസേർഷന് കൃത്യമായിട്ടുള്ള റീസൺ ആണോ താഴെ തന്നിട്ടുള്ളത്? അല്ല. ഈ താഴെ തന്നിട്ടുള്ള സെൻറ്റൻസ് എന്ന് പറയുന്നത് സൈമോസ് ഇൻഫ്ലോറസൻസിൻ്റെ ഒരു ഡെഫിനിഷനാണ്. അപ്പോൾ ഇതൊരിക്കലും ആദ്യം തന്ന അസേർഷൻ്റെ കൃത്യമായിട്ടുള്ള ഒരു റീസൺ അല്ല. അപ്പോൾ ഇവിടെ അസേർഷൻ ശരിയാണ്, റീസൺ തെറ്റാണെന്നുള്ളതാണ് നമ്മൾ ഉത്തരത്തിൽ വരേണ്ടത്. അപ്പോൾ ആ രീതിയിലുള്ള ആൻസർ ഉണ്ടോ നോക്കാം. അത് സെലക്ട് ചെയ്യാൻ പറ്റും. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ എന്താണ്? ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ഓപ്ഷൻ ബി ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ബട്ട് ആർ ഇസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ഇതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ശരിയാണല്ലോ. സ്റ്റേറ്റ്മെൻറ്റ് വൈസ് നോക്കുകയാണെങ്കിൽ 2 സെൻറ്റൻസുകളും കറക്റ്റാണ്. പക്ഷേ ആദ്യത്തെ സെൻറ്റൻസ് അസേർഷനും 2ാമത്തെ സെൻറ്റൻസ് റീസണുമാണ്. അപ്പോൾ റീസൺ കറക്റ്റായിട്ട് അസേർഷനോട് മാച്ച് ചെയ്യുന്നില്ല. അതാണ് ഇപ്പോൾ നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. എന്നാൽ നമുക്ക് ഓപ്ഷൻ സി നോക്കാം. എ ഈസ് ട്രൂ ബട്ട് ആർ ഈസ് ഫോൾസ്. എ ഈസ് ഫോൾസ് ബട്ട് ആർ ഈസ് ട്രൂ. അപ്പോൾ എന്തായാലും നമുക്ക് കൃത്യമായിട്ട് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ട്. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി നമ്മൾ 3ാമത്തെ പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ നോക്കുകയാണ്. ഇതിൽ മാച്ച് ദ ഫോളോയിങ് എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ഇൻഫ്ലോറസെൻസസിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ആണ് ലെഫ്റ്റ് സൈഡിൽ തന്നിരിക്കുന്നത്. അതിൻ്റെ ചെറിയ രീതിയിലുള്ള ഒരു ക്യാരക്ടറൈസേഷൻ ആണ് റൈറ്റ് സൈഡിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ഇൻഫ്ലോറസെൻസിനെ കുറിച്ച് നല്ല വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാൾക്ക് സിമ്പിളായിട്ട് ഇതിന് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നതേ ഉള്ളൂ. നോക്കാം. സ്പൈക്ക് ഇൻഫ്ലോറസെൻസ് ഓപ്ഷൻ ബി സ്പാഡിക്സ്, സി ഏതാണ്? അമ്പല്, ഡി കാറ്റ്കിൻ. ഈ രീതിയിലാണ് ഓപ്ഷനിൽ തന്നിരിക്കുന്നത്. അതിൻ്റെ ക്യാരക്ടേഴ്സ് ആണ് വലതുവശത്തുള്ളത്. ഓരോന്നും വായിച്ച് നോക്കിയിട്ട് ഒന്ന് മാച്ച് ചെയ്യാൻ പറ്റുമോ നോക്കാം. സ്പൈക്ക് ഇൻഫ്ലോറസൻസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? സ്പൈക്ക് ഇൻഫ്ലോറസൻസ് എന്ന് പറയുമ്പോൾ സെസൈൽ ആയിട്ടുള്ള ഫ്ലവേഴ്സാണ് നമുക്കറിയാം. കുറച്ച് ഇൻഡെഫിനിറ്റ് ഗ്രോത്ത് ഉള്ള ഒരു മെയിൻ ആക്സിസിൽ സെസൈൽ ഫ്ലവേഴ്സ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഇൻഫ്ലോറസൻസ് ആണ് നമുക്കറിയാം. അപ്പോൾ നമുക്ക് അതിന് മാച്ച് ചെയ്യാൻ പറ്റിയത് ഏതാണ് വലതുവശത്തുള്ളത്? ഫ്ലഷി അല്ല, അംബ്രല്ല ലൈക്ക് അല്ല, ഇലോങ്ങേറ്റഡ് റാച്ചസ് ബിയറിംഗ് സെസൈൽ ഫ്ലവേഴ്സ്. ഇതുമായിട്ട് മാച്ച് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ അതുമായിട്ട് മാച്ച് ചെയ്തു. അടുത്ത് നോക്കാം സ്പാഡിക്സിന് നമ്മൾ ടിപ്പിക്കൽ എക്സാമ്പിളായിട്ട് പഠിച്ചത് ഏതായിരുന്നു? ആന്തൂറി ആയിരുന്നു പഠിച്ചത്. അപ്പോൾ ആന്തൂറിയത്തിന് ഒരു സ്പെയ്ത്ത് ഉണ്ട്. പിന്നെ ഫ്ലഷി ആയിട്ടുള്ള റിസെപ്റ്റക്കിളിൻ്റെ മേലെ സെസൈൽ ഫ്ലവേഴ്സ് ഒക്കെയാണ് കാണപ്പെടുന്നത്. അതിൽ മെയിൽ ഫ്ലവേഴ്സും ഫീമെയിൽ ഫ്ലവേഴ്സും ന്യൂട്രൽ ഫ്ലവേഴ്സും ഒക്കെ കാണാറുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അതിനോട് മാച്ച് ചെയ്യാൻ പറ്റിയത് ഓപ്ഷൻ 1 ആണ്. ഇനി അടുത്തത് അമ്പല് നമ്മൾ മുക്കുറ്റിയിലൊക്കെ കാണുന്ന ആ ഒരു ഇൻഫ്ലോറസൻസ് ആണ്. ധാരാളം ഫ്ലവേഴ്സ് ഒന്നിച്ചൊരൊറ്റ പോയിന്റിൽ നിന്ന് എമേർജ് ചെയ്യുന്നു. ആ ഒരു പോയിന്റിൽ ഇൻവോല്യൂക്കറിൻ്റെ പ്രസൻസ് ഒക്കെ കാണാൻ പറ്റും. ആ രീതിയിലുള്ളത് ഏതാണ്? ദ അംബ്രല്ല ലൈക്ക് അറേഞ്ച്മെന്റ് വിത്ത് പെഡിസെൽസ് അറൈസിങ് ഫ്രം എ കോമൺ പോയിന്റ്. അപ്പോൾ അതാണ് ആൻസർ. അതുമായിട്ട് മാച്ച് ചെയ്തു.
ഇനി കാറ്റ്കിൻ ഇൻഫ്ലോറസൻസ്. കാറ്റ്കിൻ എന്ന് വെച്ചാൽ ഒരു ഡ്രൂപ്പ് ചെയ്ത് പെൻഡുലസ് ആയിട്ട് താഴേക്ക് തൂങ്ങി നിൽക്കുന്ന തരത്തിലുള്ള ഇൻഫ്ലോറസൻസ് ആണ്. യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ഒക്കെയാണ് അതിൽ കാണുന്നതെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതുമായിട്ടാണ് മാച്ച് ചെയ്യാൻ പറ്റുക? 4ാമത്തെ ഓപ്ഷനുമായിട്ടാണ് മാച്ച് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇതുപോലത്തെ ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് 3 ഷുവർ ആണെങ്കിൽ 4ാമത്തത് നമുക്ക് സിമ്പിളായിട്ട് ഇതിൻ്റെ അകത്ത് നിന്ന് ഓൾറെഡി തന്നെ കിട്ടും അല്ലേ? അപ്പോൾ ഇത്രയും മാച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ നോക്കാം. A3 ആയിട്ട് മാച്ച് ചെയ്തിരിക്കുന്ന 2 ഉണ്ട്. B1ഉം B4ഉം അവിടെ വെച്ചിട്ട് നമുക്ക് വേർതിരിച്ച് ആൻസറിലേക്ക് പോകാൻ പറ്റും. B1 ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇതാണ് ഓപ്ഷനായിട്ട് വരുന്നത് അല്ലേ? B1, C2 ആൻഡ് D4. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാണ് വരിക? ഓപ്ഷൻ A ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഇനി അപ്പോൾ ആൻസർ ഓപ്ഷൻ A ആണെന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി നോക്കാൻ പോകുന്ന അടുത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ ഒരു വലിയ സെൻറ്റൻസ് തന്നിട്ട് അതിൽ ഒന്നിലധികം വാക്കുകൾ മിസ് ഔട്ട് ചെയ്തിട്ട് അത് കറക്റ്റ് ഓർഡറിൽ വരുന്ന രീതിയിൽ ഓപ്ഷനിൽ തന്നിട്ടുണ്ടാവും. അതാണ് നമ്മൾ മാച്ച് ചെയ്ത് ആൻസറായിട്ട് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു സെൻറ്റൻസ് ഒന്ന് വായിച്ച് നോക്കാം. ഇൻ എ പോളിക്കേഷ്യൽ സൈം ദ മെയിൻ ആക്സിസ് ബിക്കംസ് ഡാഷ് due to the formation of a dash flower and dash or more lateral branches arise below it, resulting in a dash and compact inflorescence. അപ്പോൾ പോളിക്കേഷ്യൽ സൈമിനെ കുറിച്ചൊരു ഡെഫിനിഷൻ പോലെയുള്ള വലിയൊരു സെൻറ്റൻസ് ആണ് തന്നിരിക്കുന്നത്. ഇതിൽ 4 വാക്കുകൾ മിസ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ആ വാക്കുകൾ കറക്റ്റ് ഓർഡറിൽ നമ്മൾ ഇതിൽ നിന്ന് എടുക്കണം. അപ്പോൾ ഇതിൽ ഏതൊക്കെ വാക്കുകളാണ് വരാൻ സാധ്യതയുള്ളത് നമ്മൾ അതിൻ്റെ ഒരു അർത്ഥം നമുക്കറിയാമല്ലോ, പോളിക്കേഷ്യൽ സൈമിൻ്റെ ഡെഫിനിഷൻ നമുക്കറിയാമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് ഏതൊക്കെ വാക്കുകളായിരിക്കണം വരേണ്ടതെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കാം. അതിനുശേഷം ഇതിൽ നമ്മൾ പറഞ്ഞ പ്രഡിക്ഷൻസിലുള്ള വേർഡ്സ് ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് വേണം ആൻസറിലേക്ക് എത്താൻ. അപ്പോൾ ആദ്യം തന്നെ ഇത് പോളിക്കേഷ്യൽ സൈം ദ മെയിൻ ആക്സിസ് ബിക്കംസ്. ഒരു സൈമോസ് ഇൻഫ്ലോറസൻസ് ആകുമ്പോൾ മെയിൻ ആക്സിസിൻ്റെ ഗ്രോത്ത് എപ്പോഴും സീസ് ചെയ്യപ്പെടും അല്ലേ? അപ്പോൾ അതായിരിക്കും ഇവിടെ കൊടുത്തിട്ടുണ്ടാവുക. സീസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഡിറ്റർമിനേറ്റ് ആണ്, ഡിറ്റർമിനേറ്റ് ഗ്രോത്ത് ആണ് എന്നുള്ള ഒരു വേർഡ് ആയിരിക്കണം അവിടെ വരേണ്ടത്. ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് എ ടെർമിനൽ ഫ്ലവർ അല്ലെങ്കിൽ ഒരു ഓൾഡർ ഫ്ലവർ എന്നുള്ളൊരു വേർഡാണ് 2ാമത്തെ സ്ഥലത്ത് മാച്ച് ആവുക. ഓൾഡർ ഓർ ടെർമിനൽ ഫ്ലവർ ആൻഡ് ഡാഷ് ഓർ മോർ ലാറ്ററൽ ബ്രാഞ്ചസ്. ഇപ്പോൾ 2 ലാറ്ററൽ ബ്രാഞ്ചസ് ആണെങ്കിൽ ഡൈക്കേഷ്യൽ സൈമിനോടാണ് ഈ ഒരു ഡെഫിനിഷൻ ചേരുക. അപ്പോൾ 3ൽ കൂടുതൽ ലാറ്ററൽ ബ്രാഞ്ചസ് വരുമ്പോഴാണ് നമ്മളതിനെ പോളിക്കേഷ്യൽ സൈം എന്ന് പറയുക. അപ്പോൾ 3 ഓർ മോർ എന്നുള്ളൊരു മീനിങ് ആയിരിക്കും അവിടെ മാച്ച് ആവുക. ആൻഡ് ബ്രാഞ്ചസ് ബിലോ ഇറ്റ് റിസൾട്ടിങ് ഇൻ എ ഡാഷ് ആൻഡ് കോമ്പാക്ട് ഇൻഫ്ലോറസൻസ്. വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ളതാണോ അല്ലെങ്കിൽ ഒരു വളരെ കോമ്പൗണ്ട് ആയിട്ട് ഡെൻസ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലോറസൻസ് ആണോ പോളിക്കേഷ്യൽ സൈം? വളരെ ഡെൻസ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലോറസൻസ് ആണ്. അപ്പോൾ ഇവിടെ വളരെ കോമ്പാക്റ്റ് അല്ലെങ്കിൽ കോമ്പാക്റ്റ് എന്നുള്ള വേർഡ് ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വളരെ ഡെൻസ് ആയിട്ടുള്ളൊരു ഇൻഫ്ലോറസൻസ് ആയിരിക്കണം ഫോം ചെയ്യേണ്ടത്. ഓക്കെ, ഇനി ഈ ടേംസ് നമ്മുടെ ഈ തന്നിരിക്കുന്ന ഓപ്ഷനിൽ കറക്റ്റ് ഓർഡറിൽ ഉണ്ടെങ്കിൽ അതിന് നമുക്ക് സിമ്പിളായിട്ട് ആൻസറായിട്ട് സെലക്ട് ചെയ്യാം. ഡിറ്റർമിനേറ്റ്, ഓൾഡർ ഓർ ടെർമിനൽ, 2 2 3 ഇത് മാത്രം മാറ്റിയിട്ടാണ് ഈ ഒരു ഓപ്ഷനിൽ വന്നിരിക്കുന്നത്. ഒന്നുകൂടി നോക്കാം. ആദ്യത്തേത് ഡിറ്റർമിനേറ്റ്. അപ്പോൾ ഡിറ്റർമിനേറ്റ് എന്നുള്ള 2 വേർഡ്സ് വന്നിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അടുത്തത് ഓൾഡർ ഓർ ടെർമിനൽ. അപ്പോൾ അതും ഈ 2 തന്നിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇനി 3ാമത്തേത് 3 എന്നുള്ളത് ആകെ ഒരു ഓപ്ഷനിലേ ഉള്ളൂ. അടുത്തത് ഡെൻസ്. ഇവിടെ ഡിഫ്യൂസ് ആണ്, നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കണ്ടീഷനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റ് ആൻസറിൽ എത്തിയല്ലോ. ഓപ്ഷൻ B ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. ആൻസർ ഓപ്ഷൻ B. ഇനി അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചോദ്യങ്ങൾ ഇത് പല രീതിയിലും കണ്ടിട്ടുണ്ട്. ഒരുപാട് പാറ്റേണിൽ ചോദിക്കാൻ പറ്റിയ രീതിയിലുള്ളൊരു കൺസെപ്റ്റാണ് റീ അറേഞ്ച്മെൻറ്റ് അല്ലെങ്കിൽ അറേഞ്ച്മെൻറ്റ് മോഡൽ ഓഫ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്ന് നോക്കാം. അറേഞ്ച് ദ ഫോളോയിങ് ലെയേഴ്സ് ഓഫ് എ ഗ്രൂപ്പ് ഇൻ ദ കറക്റ്റ് ഓർഡർ ഫ്രം ഔട്ടർമോസ്റ്റ് ടു ഇന്നർമോസ്റ്റ്. അപ്പോൾ ഇങ്ങനത്തെ ചോദ്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അസെൻഡിങ് ഓർ ഡിസെൻഡിങ് അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു ക്ലൂ ഒരു എന്താ പറയുക ഒരു പ്രധാനപ്പെട്ട ടേം ഈ ഒരു കമാൻഡിൽ ഉണ്ടായിരിക്കും. അത് ശ്രദ്ധിക്കുക. അകത്തു നിന്ന് പുറത്തേക്ക് എന്നുള്ളത് നേരെ തിരിഞ്ഞു കഴിഞ്ഞാൽ ഉത്തരം മാറിയാണ് വരിക. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ഒരു മാർക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ചോദ്യത്തിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ആൻസർ വേണം നമ്മൾ കണ്ടെത്താൻ. ഈ കൺസെപ്റ്റ് ചിലപ്പോൾ നമുക്ക് അറിയുണ്ടാവും. ചോദ്യം വായിക്കുന്ന മിസ്റ്റേക്ക് കൊണ്ട് ഒരു മാർക്ക് നഷ്ടപ്പെടാൻ പാടില്ല. ഓക്കെ,
അപ്പോൾ ചോദ്യത്തിൽ എന്താ ഉള്ളത് നോക്കാം. എൻഡോകാർപ്പ്, എക്സോകാർപ്പ്, മീസോകാർപ്പ്, ഈ 3 ലെയേഴ്സിനെ കുറിച്ചാണ് ചോദ്യത്തിലുള്ളത്. അപ്പോൾ ഇതിനെ ഔട്ടർ ടു ഇന്നർ എന്നുള്ള ഓർഡറിൽ നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് വേണം ആൻസറിലേക്ക് എത്താൻ. അപ്പോൾ ഇവിടെ 1 2 3 ഇങ്ങനെ 3 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ കറക്റ്റ് സീക്വൻഷ്യൽ ഓർഡറിലാക്കേണ്ടത്. ഏറ്റവും പുറത്ത് കാണുന്നത് ഏത് ലെയറാണ്? എപ്പികാർപ്പ്, ദ സ്കിന്ന്, അതാണ് ഏറ്റവും പുറത്ത് കാണുന്നത്. അപ്പോൾ രണ്ടാമത്തെ സെൻറ്റൻസ് ആണ് ആദ്യം വരേണ്ടത്. പിന്നെ അതിനുശേഷം മീസോകാർപ്പാണ് വരേണ്ടത്. ഏറ്റവും ഉള്ളിലെ എൻഡോകാർപ്പാണ് ഏറ്റവും അകത്ത് വരിക. അപ്പോൾ ഇതിൻ്റെ ഓർഡർ എങ്ങനെയാണ്? 2 3 1 2 3 1 എന്നുള്ള ഓർഡറിലാണ് അപ്പോൾ നമ്മുടെ ആൻസറിൽ കിട്ടേണ്ടത്. നോക്കാം, അങ്ങനെയുള്ളൊരു ഓപ്ഷൻ തന്നിട്ടുണ്ടോ നോക്കാം. ഓപ്ഷൻ എയിൽ 2 3 1 തന്നെയാണുള്ളത്. ഓപ്ഷൻ ബി 3 2 1 എന്നുണ്ട്. ഓപ്ഷൻ സി 1 2 3. ഓപ്ഷൻ ഡി 2 1 3. അപ്പോൾ ഇതിൽ ആൻസർ ഏതാ വരിക? 2 3 1 എന്നുള്ളതാണ് ആൻസർ. അപ്പോൾ ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ കൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ നമുക്ക് ഏത് പാറ്റേണിൽ വളച്ചൊടിച്ച് കൺഫ്യൂസിങ് ആയിട്ടൊക്കെ ചോദിച്ചാലും തെറ്റിപ്പോകാതെ കൃത്യമായിട്ടുള്ള ആൻസറിലേക്ക് എത്താൻ പറ്റും. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി നോക്കാം സ്റ്റാൻഡേർഡ് MCQs. സ്റ്റാൻഡേർഡ് MCQസിന് പ്രത്യേകിച്ച് PSCക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നമ്മൾ എപ്പോഴും കാണുന്ന മോഡൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് സ്റ്റാൻഡേർഡ് MCQs എന്ന് പറയുമ്പോൾ. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ദ സ്റ്റോർഡ് ഫുഡ് പ്രസൻറ്റ് ഇൻ ദ കോട്ട്ലിഡൻ ബി ഫൗണ്ട്? അതായത് കോട്ട്ലിഡൻസിൽ സ്റ്റോർഡ് ഫുഡ് കാണുന്നത് ഈ തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ ഏതിലാണ്? മോണോകോട്ട് സീഡ്, ഡൈക്കോട്ട് സീഡ്, ബോത്ത് മോണോകോട്ട് ആൻഡ് ഡൈക്കോട്ട് സീഡ്, സീഡ്സ് വിത്തൗട്ട് എൻഡോസ്പെം. ഇങ്ങനെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ കോട്ട്ലിഡൻസിൽ റിസർവ്ഡ് ഫുഡ് ഉള്ളതും അതേപോലെ നമ്മുടെ എൻഡോസ്പെമിൽ റിസർവ്ഡ് ഫുഡ് ഉള്ളതൊക്കെ നമ്മൾ ഡിസ്റ്റിങ്വിഷ് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് പഠിക്കുന്നതാണ്. കോട്ട്ലിഡൻസിൽ ഏതിലാണ് റിസർവ്ഡ് ഫുഡ് കാണുന്നത്? ഡൈക്കോട്ട് സീഡ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ് ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത്. അപ്പോൾ നമ്മൾ 6 മോഡൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇത്രയും പാറ്റേണിൽ ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വരുന്ന ഒരുപാട് സബ് ടൈപ്സും കൂടി ഉണ്ട്. അപ്പോൾ അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ ഇനി നമുക്ക് വരുന്ന എക്സാമുകളിൽ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ 6 തരത്തിലുള്ള ബേസിക് പാറ്റേൺ ആണ് നമ്മൾ നോക്കിയത്. ഇതിൽ നിന്ന് ഡിറൈവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇനിയും ഒരുപാട് സബ് ടൈപ്സ് ഒക്കെ ഉണ്ടാവാം. അപ്പോൾ ഏത് രീതിയിൽ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാലും കൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള ധാരാളം അഡ്വാൻസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മുടെ ആപ്പ് വഴി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുവരെ കോഴ്സിൽ ജോയിൻ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. നമ്മുടെ എക്സാം ജൂൺ ജൂലൈ മാസങ്ങളിൽ ഇങ്ങ് എത്താനായി. അപ്പോൾ എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങണം. താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു.